ഏറ്റവും പുതിയതായിട്ട് റിലീസായ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹെറിറ്റിക്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് 2 കന്യാസ്ത്രീകൾ റീസെന്റ് ചർച്ചിൽ ജോയിൻ ചെയ്തവരാണ്. അവരൊരു വയസ്സായ ഒരാളുടെ വീട്ടിൽ പോവുകയാണ്, ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഒരു ക്ലാസ് എടുക്കാനായിട്ട്. സോ അവിടെ പോയതിനു ശേഷം പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ഈ 2 കന്യാസ്ത്രീകൾ അവിടെ പോകുന്നു, ആ ഒരാളുടെ എങ്ങനെ രക്ഷപ്പെടും എന്നായിരിക്കും സിനിമ സംസാരിക്കുന്നത്. അത് തന്നെയാണ്, അങ്ങനത്തെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ തന്നെയാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഡിഫറന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റെ മൂവിയുടെ പ്രസന്റേഷനും ഒരു സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് നൈസ് ആയിരുന്നു കണ്ടിരിക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരു റീസൺ ഇല്ലാതെ ചുമ്മാ കുറെ വരെ കൊല്ലുന്ന ഒരു സൈക്കോ കില്ലറൊന്നും അല്ല. കാരണം അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അയാൾക്ക് ഒരു ആൻസർ ഉണ്ട്. അല്ലെങ്കിൽ ആ 2 കന്യാസ്ത്രീനെ ട്രാപ്പ് ചെയ്യുമ്പോൾ പോലും അയാൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ വലിയ സ്റ്റോറി തന്നെ അയാൾക്ക് സംസാരിക്കാനും പറയാനും ഉണ്ട്. സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. മെയിൻലി റിലീജിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ക്രിസ്ത്യാനിറ്റിന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ മതത്തിനെ കുറിച്ച് ഇയാൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ മതത്തിനെ കുറിച്ച് ഇയാൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പം ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, ജൂതിസം ആയാലും ശരി, അല്ലെങ്കിൽ ഹിന്ദുസം ആയാലും, അങ്ങനെ എല്ലാ മതത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാ മതത്തിനായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, എല്ലാവർക്കും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് ഏത് റിലീജിയനാണ് ഏറ്റവും പവർഫുൾ എന്ന് ഈ ഒരു സിനിമയിൽ ഒരു പോയിന്റിൽ സംസാരിക്കുന്നുണ്ട്. അതൊരിക്കലും മിസ് ചെയ്യരുത്. അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനത്തെ രീതിയിലുള്ള പ്രസന്റേഷൻ സ്റ്റോറി ടെല്ലിംഗ് ആയാലും, അല്ലെങ്കിൽ അയാൾക്ക് പറയാൻ ഒരു റീസൺ ഉണ്ടെങ്കിൽ പോലും ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമ നല്ല പ്രെഡിക്റ്റബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മൂവിയുടെ ഒരു പോയിന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ കൊണ്ട് എൻഡ് ചെയ്യുന്നു. പക്ഷെ അതിലോട്ട് പോകുന്ന ഒരു വേ ഉണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായാലും, അല്ലെങ്കിൽ ആ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായാലും, അല്ലെങ്കിൽ ആ 2 കന്യാസ്ത്രീകളുടെ കാര്യമായാലും പോലും നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സർവൈവൽ ത്രില്ലേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസിന്റെ അകത്ത് ട്രാപ്പായി പോകുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു എൻഗേജിംഗ് എലമെന്റ് ഒന്നുമില്ല. ഒരു സ്ലോ പീസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം പേസിലാണ് സിനിമ സംസാരിച്ച് പോകുന്നത്. അവർ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ശരി, സിനിമയിൽ സംസാരിച്ചു പോകുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അതൊക്കെ കുറച്ച് സിനിമയെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. സോ ആ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി മൂവി തന്നെയാണ്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ സീക്വൻസ് ത്രില്ലറോ, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചിരുത്തി ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ടെൻഷൻ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ ഓരോ സീക്വൻസ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ ഒന്നും അല്ല. പക്ഷെ എന്നാലും എൻഗേജിംഗ് ആവുന്ന എലമെന്റ്സും സീക്വൻസ് ഒക്കെ ഈ എൻ്റയർ മൂവിൽ തന്നെ ഉണ്ട്. ആൻഡ് ഈ ഒരു എൻ്റയർ മൂവിയുടെ എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിന്റെ അകത്ത് ആ ഒരു 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ബ്രഹ്മയുഗം പോലെയൊക്കെയാണ് ഇതിന്റെ ഒരു ടച്ചും അല്ലെങ്കിൽ ക്യാരക്ടർ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. എസ്പെഷ്യലി ആ ഒരു വയസ്സയാള്, പുള്ളിക്കാരന്റെ ചില സമയത്തുള്ള ചിരിയുണ്ട്, മാൻ, അതൊക്കെ അടിപൊളിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. സർവൈവൽ മൂവീസും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റിയ മൂവി തന്നെയാണ് ഹെറിറ്റിക്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.